നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങ് കല്യാണം കഴിച്ച പോരായിരുന്നു. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. അധികം വൈകാതെ കാമുകിയും ഭാര്യ ഒരാളായി മാറും. അത് നടക്കൂ? തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കും. എങ്കിലും ഞാൻ നടത്തിയെടുക്കും. നിനക്ക് സംശയം ഉണ്ടാവുമെന്നറിയാം. അതൊക്കെ വെറുതെയാണ്. കാര്യമൊന്നുമില്ല. ആകെയുള്ളൊരു സങ്കടം ഞങ്ങളുടെ കല്യാണത്തിനെ നീ ഉണ്ടാവില്ലെന്നുള്ളതാ. ഞാൻ എവിടെ പോവാന്? കാശിക്ക് പോവാനോ? ഏയ് അല്ലല്ല, കാശിക്കൊന്നുമല്ല, പൂജപ്പുരയിലേക്ക്. നിന്റെ താമസം അപ്പൊ സെൻട്രൽ ജയിലിലായിരിക്കുമല്ലോ. ഓ, അങ്ങനെ ഒരു ആഗ്രഹം കാമുക്കും കാമുനും ഉണ്ടായിരുന്നു. പക്ഷേ നടക്കില്ല. നമുക്ക് നോക്കാം. പിന്നെന്താ, നോക്കാലോ. പോ. പോട്ടെ ശരത്തെ. നമസ്കാരം. എന്തായിരുന്നു അവൻ അങ്ങനെ ചെയ്യാനുള്ള പ്രകോപനം? അതറിയില്ല സർ. അവനൊരു ഷെയ്ഡി ക്യാരക്ടറാണ്. ഒരു പ്രശ്നമില്ലാതെ ഒരാൾ ഇങ്ങനെ പെരുമാറും? ഞാൻ ഒരാളുമായിട്ട് അടുപ്പത്തില്ല. അതിന്റെ ദേഷ്യം തീർത്തതാ. ആ സമയത്ത് നിങ്ങൾ സ്ത്രീകൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ, കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അവൻ തിരിച്ചു പോയത്. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ സാറേ. മരിച്ചുപോയ SI റൂബിയുടെ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട്? അല്ല, അവന് പോലീസിൽ നല്ല പിടിപാടുണ്ടെന്ന് പറയായിരുന്നു. അതുകൊണ്ടെന്താ? കേസ് അന്വേഷിക്കുന്നത് ഞാനല്ലേ. ഞാൻ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാറില്ല. അത് നല്ല കാര്യം. വീട്ടില് പൊന്നുമണിയും എൻ്റെ അമ്മയും മാത്രമേ താമസം. ഇനി ഇങ്ങനെ ഉണ്ടായ പ്രായമായ സ്ത്രീയാ എൻ്റെ അമ്മ. പേടിച്ചെന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. ഇനി അവൻ ആ ഏരിയയിലേക്ക് വരില്ല. പോരെ? അത് മതി. നിങ്ങൾ ഒരാളുമായിട്ട് അടുപ്പത്തിലാണെന്ന് പറഞ്ഞില്ലേ? അതിന് ഇവന്റെ ദേഷ്യം വരാൻ എന്താ കാരണം? അതറിയില്ല സർ. ഇവര് പറയട്ടെ. പൂർവ്വ വൈരാഗ്യം. എന്റെ അടുപ്പക്കാരനും ഇപ്പൊ വന്ന് ഭീഷണിപ്പെടുത്തിയവനും ഒരു കാലത്ത് മിത്രങ്ങളായിരുന്നു. പിന്നെ അവര് തെറ്റി. തെറ്റാനുള്ള കാരണം? അതറിയില്ല സർ. അപ്പം അവരോടുള്ള ശത്രുതയാണ് നിങ്ങളോട് തീർത്തത്? ആയിരിക്കാം. പക്ഷേ ആള് വയലന്റ് ആയിരുന്നു. എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു. ശരത്ത് അല്ലേ? അതെ സർ. എങ്ങാനും ഇനി അവൻ വന്ന തന്ത്രപരമായി മുറിയിൽ പൂട്ടിയിടണം. എന്നിട്ട് ഞങ്ങളെ വിവരം അറിയിക്കണം. ഞാനെന്തായാലും അവനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. അതിനു മുമ്പ് അവൻ എന്തെങ്കിലും ചെയ്താലുള്ള കാര്യമാ ഞാനിപ്പം പറഞ്ഞു. ഇവിടെ വന്നിട്ട് പോയാ പിന്നെ അവനൊന്നും ചെയ്യില്ല. അതിനുള്ള പണി എനിക്കറിയാം. വലിയ ഉപകാരം സർ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ കൂടെ ഉണ്ട്. താങ്ക് യു സർ. എനിക്ക് നിന്നോട് സംസാരിക്കണം. വീട്ടിലായാൽ പറ്റില്ല. അമ്മ കേൾക്കും. വെറുതെ എന്തിനാ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ശരവണനെ മറക്കണമെന്ന് പറയാനാണെങ്കിൽ അത് വേണ്ട, നടക്കില്ല. എടീ, ശരവണൻ ആരാണെന്ന് നിനക്കറിയോ? ഇപ്പൊ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ ശരത്ത്? അവന്റെ വലങ്കയായിരുന്നു ശരവണൻ.